എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ സിനിമാ ലോകത്ത് എന്ത് തേങ്ങയാണ് ശരിക്കും സംഭവിക്കുന്നത്? ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ശരിക്കും കഷ്ടകാലമാണോ നല്ല കാലമാണോ? ആദ്യം കുറേ നാൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നും പറഞ്ഞിട്ട് വിവാദമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഓണത്തിന് 3 പടങ്ങൾ ഇറങ്ങി. അതിനകത്ത് പവർ ഗ്രൂപ്പ് അവിടെ വന്നെന്നും പറഞ്ഞുകൊണ്ട് ബാഡ് ബോയ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറായ ഷീലു എബ്രഹാം പറഞ്ഞൊരു പ്രശ്നമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഈ പടത്തിനെക്കുറിച്ച് ഷസാമും കോക്കും ഉണ്ണി ബ്ലോഗ്സും റിവ്യൂ ചെയ്യുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ പടലിക്കോട്ട് കയറി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണി ബ്ലോഗ്സിനെ റിവ്യൂ ചെയ്തു, ഷസാമും ചെയ്തു. ഷസാം കൊള്ളില്ല എന്ന് പറഞ്ഞു, ആസ് യൂഷ്വൽ ഉണ്ണി ബ്ലോഗ്സും കൊള്ളില്ല എന്ന് പറഞ്ഞു. ഈ കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും സിനിമയുടെ പ്രൊഡ്യൂസർ വിളിച്ചു ഉണ്ണി ബ്ലോഗ്സിൻ്റെ അച്ഛനെ വിളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണി ബ്ലോഗ്സ് പേടിച്ച് കണ്ടം വഴി ഇറങ്ങി ഓടി. എന്നിട്ട് ഇപ്പോൾ ഇന്ന് ഒരു 15 മിനിറ്റ് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നു. എന്തൊക്കെയാണോ ഈ സിനിമാ ലോകത്ത് നടക്കുന്നത്? എന്തായാലും ഈ പ്രശ്നം നമുക്ക് തുടക്കം മുതൽ വിശദമായി നോക്കാം. കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ആസ് യൂഷ്വൽ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ മുഖം ഇടയ്ക്കൊന്ന് കാണണം എന്നുള്ള പോലെ മാത്രമേ ഉള്ളൂ. അത് പോകെ ശരിയാവും എന്നാണ് എൻ്റെ ഒരു വെപ്പ്. നിങ്ങൾക്ക് ശരിയാവൂടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുമ്പോഴത്തേനും കുറച്ച് നാളുകൾക്ക് മുമ്പേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് അതൊരു വലിയ വിവാദമായി മാറി. ആളുകളെല്ലാം സിനിമാ താരങ്ങൾക്കെതിരെയായി. അതുകൊണ്ട് മലയാള സിനിമകളെല്ലാം അവരുടെ റിലീസുകൾ മാറ്റിവെച്ചു. ഇങ്ങനെ എത്ര നാൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കും? അങ്ങനെ മാറ്റിവെച്ച് ഇവർ ഓണത്തിന് റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഓണത്തിന് ഒരു 4 പടങ്ങൾ റിലീസ് ചെയ്തു. അതിനകത്ത് ഒന്ന് ടൊവിനോയുടെ ഏറം, ഒന്ന് ആസിഫ് അലിയുടെ കിഷ്കിന്ധാകാന്ഡം, പിന്നെ ഒന്ന് പെപ്പയുടെ ഏതോ ഒരു ഇടിപ്പടം, പിന്നെ ഒന്ന് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന പടം. അപ്പോൾ ഈ ആസിഫ് അലിയും പെപ്പയും ടൊവിനോയും കൂടെ അവരുടെ 3 പേരുടെ പടം പ്രൊമോട്ട് ചെയ്തു. അവർ 3 പേരും കൂടെ വന്നിട്ട്, കാരണം സുഹൃത്തുക്കളാണല്ലോ. ഉടനെ ഈ ബാഡ് ബോയ്സ് എന്ന പടത്തിന് റിവ്യൂ കിട്ടാൻ വേണ്ടി, ബേസിക്കലി ഒമർ ലില്ലു നെഗറ്റീവ് റിവ്യൂവിൻ്റെ ഒരാളാണ്. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് അവരാണ് പവർ ഗ്രൂപ്പ് കളിക്കുന്നത്, പുതിയ പവർ ഗ്രൂപ്പ് കളിപ്പിക്കുന്നത്, അവർ ഞങ്ങളുടെ പടം ഇറങ്ങുന്നില്ല, ആ പടം മാത്രമേ ഇറങ്ങുന്നുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വിവാദമാക്കി. ആ വിവാദമെല്ലാം പടം എല്ലാം റിലീസായി. പടം റിലീസായി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ പടത്തിനും റിവ്യൂ ചെയ്യുന്ന അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്തില്ല. അപ്പോഴത്തേനും നാട്ടുകാരെല്ലാം കൂടെ അശ്വന്ത് കോക്കിൻ്റെ തള്ളയ്ക്ക് വിളിക്കാൻ തുടങ്ങി. നീ എന്തുകൊണ്ട് റിവ്യൂ ചെയ്തില്ല, നീ പൈസ മേടിച്ചിട്ടോ, മറ്റവനെ മറിച്ചവനെന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി. മര്യാദയ്ക്ക് ഏതെങ്കിലുമൊക്കെ പടം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷസാമിൻ്റെ പടലിക്കോട്ട് കൂടെ ആൾക്കാർ വെക്കറി. അതേപോലെ തന്നെ എല്ലാ പടങ്ങളും റിവ്യൂ ചെയ്യുന്ന അശ്വന്ത് കോക്കിനെ പോലെ തന്നെ ഒരു കഥാപാത്രമാണ് ഉണ്ണി ബ്ലോഗ്സിനെ നിങ്ങളെല്ലാം കണ്ടു കാണും. ഈ ഉണ്ണി ബ്ലോഗ്സ് ഈ പടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആൾക്കാർ പുറഞ്ഞ മെസ്സേജ് അയച്ചതിനെ തുടർന്ന് അദ്ദേഹം ഈ പടത്തിനെ കണ്ടിട്ട് റിവ്യൂ ചെയ്തെന്താ? ആസ് യൂഷ്വൽ ഷസാം ചെയ്തതുപോലെ തന്നെ കൊള്ളൂല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഈ ഉണ്ണി ബ്ലോഗ്സിനെ വിളിച്ച് സംസാരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ സംസാരിച്ച സാധനം ഉണ്ണി ബ്ലോഗ്സ് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തു. ആ സാധനം നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. നീ ഇട്ട വീഡിയോ ഇപ്പൊ 1 മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം അറിയും ഞാൻ ആരാണെന്ന്. അല്ല, അതിന്റെ കാരണം എന്താന്ന് പറയും? ഇത് നിനക്ക് തരുന്ന താക്കീതാണ്. എന്നോട് മനസ്സിലാക്കലോ? അല്ല, ഇതിന്റെ കാരണം എന്താണ്? നീ ഇപ്പൊ വീഡിയോ വീഡിയോ നീ ഒരാഴ്ചയാണ് നീ ഉണ്ടാക്കാറുണ്ട്. നീ ഇപ്പൊ നീ വീഡിയോ നീ എന്റെ പടത്തിനെ പറ്റി പടം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞു പടം മോശമായിട്ടാണ് നിനക്ക് ഫീൽ ചെയ്തോ? നിനക്ക് ഇത്ര നേരം ഫീൽ ചെയ്തില്ലായിരുന്നു. നിന്റെ ഫീൽ മാറ്റി തരാം ഞാൻ നാളെ രാവിലെ. അല്ല, എനിക്ക് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ മിസ്റ്റർ ബ്ലോഗ് നാളെ രാവിലെ നിന്റെ അധോഗതിയായിരിക്കും. നിന്റെ അഗൈൻസ്റ്റ് ആയിട്ട് തെണ്ടിത്തരം എഴുതി കിട്ടാൽ നമ്മൾ ഒരിക്കലും ഒരു തെണ്ടിത്തരമല്ല, ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഒരു മിനിറ്റ്, നിന്റെ അഭിപ്രായം പറയാനുണ്ടല്ലോ. ഞാൻ കോടിക്കണക്കിന് മുടക്കിയത് എന്റെ സിനിമയുടെ എല്ലാവരും സിനിമ ചെയ്യുന്ന കോടിക്കണക്കിന് മുടക്കിയിട്ടാണ്. ഒരു മിനിറ്റ്, നിന്റെ അഭിപ്രായം എനിക്ക് വേണ്ടടാ. നിങ്ങളോട് പറയുന്നില്ല. നീ എന്നോട് പറയണ്ട, നീ ഒരു പടത്തിലെ മനുഷ്യരോട് പറയടാ. പറഞ്ഞു കഴിഞ്ഞാൽ നീ വിവരം അറിയും. എന്നോട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഡിലീറ്റ് ചെയ്ത ഞാൻ പൈസ വാങ്ങിയത് ആരുടെ കയ്യിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ റെഡിയാണ്. നീ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ നീ വിവരം അറിയും. ഇപ്പൊ നിന്നോട് ഞാൻ പറയുകയാണ്. ഞാൻ ഇത് വളരെ സ്നേഹത്തോട് സൗഹൃദത്തോടെ പറഞ്ഞ ഇല്ല. ഇപ്പോൾ ടെക്നിക്ക് വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സിനിമ എടുത്തിട്ട് റിവ്യൂ ചെയ്യുക. മോശം സിനിമ എന്ന് പറയുക, മോശം സിനിമ ആയിരിക്കണം, അതിനെ മോശം സിനിമ എന്ന് പറയുക. അപ്പോൾ ആ സിനിമയുടെ പ്രൊഡ്യൂസർ നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവസരം വേണമെങ്കിൽ അവസരം ചോദിക്കുക. ഇതേപോലെ ദ ഫൺ പാർട്ട് ഈ നിങ്ങളിപ്പോൾ കേട്ടില്ലേ, അതാരാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം. അദ്ദേഹം ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. കാരണം ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് ഷീലു എബ്രഹാമിനെ കുറിച്ചാണ്. ഷീലു എബ്രഹാമാണ് ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലാണ് നമ്മൾ മുമ്പ് എല്ലാ വീഡിയോസിലും നമ്മളും എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഈ ഷീലു എബ്രഹാമിൻ്റെ ഹസ്ബൻഡാണ് ഈ പറയുന്ന എബ്രഹാം സാറ്. ഈ സാർ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് എൻ്റെ സിനിമ മോശമാണെന്ന് പറയും. നീ ആടാ കോടികൾ മുടക്കിയിട്ടാടാ ഞാൻ പടം എടുക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ
ഇവനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി, ഈ ഉണ്ണി വ്ളോഗ്സിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. എൻ്റെ പൊന്നാശനെ, നിങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കി എടുക്കുന്ന പടം 150 രൂപയുടെ ഒരു ടിക്കറ്റിൽ ഞങ്ങൾക്കത് കൊള്ളാമോ ഇല്ലയോ എന്ന് പറയാനുള്ളൊരു പടമാണ്. കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് തന്നെ പറയും, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും. പിന്നെ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ഞാൻ ബാഡ് ബോയെക്കുറിച്ച് ഒരു ഇത് ചെയ്തപ്പോഴത്തേനും ഒത്തിരി ആൾക്കാർ വന്നിട്ട് കുഴപ്പമില്ല, ആവറേജ് പടം എന്ന് പറഞ്ഞിരുന്നു, ഒത്തിരി പേര് മോശമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആസ്വാദന ശേഷി പലർക്കും പലതാണ് എന്നുള്ള സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കോളെല്ലാം കഴിഞ്ഞിട്ട് ഉണ്ണി വ്ളോഗ്സ് ആദ്യം നീ ആരുടെ എന്നോട് ചോദ്യം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് തകർത്തിട്ട് ഉണ്ണി വ്ളോഗ്സ് ആ കോൾ അവസാനിപ്പിച്ച് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ടോ അയോ? അദ്ദേഹത്തിന് അങ്ങനെ നിർബന്ധമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ അപ്പ് ടു ഹിം. ആൻഡ് ഉപയോഗിച്ച ഭാഷ എനിക്ക് ടെൻഷനുണ്ട് കേട്ടോ. ഇത് പേടിയും ടെൻഷനൊന്നും ഇല്ലാതെ ഈ ഒരുപാട് കാശുള്ള ഞാൻ കൊല്ലോടെ വീറും മറ്റേ ഡയലോഗ് അടിക്കുന്നതിലൂടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ മിസ്റ്റർ എബ്രഹാം സംതിങ്, ഐ മീൻ ഇനിയിപ്പോൾ പേര് പറഞ്ഞിട്ടില്ല എന്നൊന്നും പുള്ളിക്കൊരു വിഷമം വേണ്ട. സോ മിസ്റ്റർ എബ്രഹാം മാത്യു, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, നിങ്ങളുടെ സിനിമ ഞാൻ മിണ്ടുന്നില്ല. ഇനി നിങ്ങളുടെ സിനിമകൾ കാണുന്ന പരിപാടിയില്ല. ഓക്കെ, താങ്ക് യു. അത് ആ ലാസ്റ്റ് പറഞ്ഞത് ന്യായവിടെ. ഒത്തിരി കാശുള്ളവന് നമ്മുടെ രാജ്യത്ത് പലതും ചെയ്യാൻ പറ്റും. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് അടൂരിലുള്ള ഒരു പ്രത്യേകതരം തുണിക്കടയെക്കുറിച്ചുള്ള നമ്മുടെ സംഭവം. കാശ് വെച്ചിട്ട് അവരെല്ലാം ഒതുക്കി തീർത്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ കാശുള്ളവനെ നമ്മുടെ രാജ്യത്ത് നമ്മൾ പേടിക്കണം. ഇനി ഈ പുള്ളിയുടെ പടം മോശമാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയധികം വികാരം കൊള്ളാനായിട്ട് ഈ പുള്ളി ചെയ്തിരിക്കുന്ന പടങ്ങൾ ഏതൊക്കെയാണെന്ന് നിനക്കറിയോ? വീഗം, പിന്നെ ഇപ്പോഴത്തെ ബാഡ് ബോയ്സ്, വിധി, ഓക്കെ, മരട്, കനൽ പുള്ളി ചെയ്തതാണോ? പുള്ളി ചെയ്തതാണെന്ന് തോന്നുന്നില്ലല്ലോ. പുള്ളി ചെയ്തതാണ്, പുള്ളിയുടെ പേജിൽ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന. ഇതൊക്കെയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്ന പടങ്ങൾ. ശുഭരാത്രി, പട്ടാഭിരാമൻ, അപ്പോൾ സോളോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളുടെ ഒരു ടേസ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ ഒമർ ലുലു എന്ന് പറയുന്ന ആളുടെ പടങ്ങളെല്ലാം ആണല്ലോ. ഇത് രണ്ടും വെച്ചിട്ടാണ് ആൾക്കാർക്ക് ഈ പടം കണ്ടപ്പോഴത്തേനും പല ആൾക്കാർക്കും ഇത് കണക്ട് ആകാൻ പറ്റില്ല. അതിന് 2 കാരണങ്ങളുണ്ടാകാം. ഒന്ന്, ഇതിനേലും മികച്ച പടങ്ങൾ അപ്പുറത്ത് ഓടുന്നതുകൊണ്ടാകാം. 2, ഈ പടം ശരിക്കും മോശമായിട്ടുണ്ടാകും. കാരണം ഞാൻ കറക്റ്റായിട്ട് റിവ്യൂ പറയുന്നില്ല, ഞാൻ ഈ പടം കണ്ടിട്ടില്ല, ഞാനിത് തിയേറ്ററിൽ പോയി കാണാനും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ എൻ്റെ ചോദ്യം ഇതാണ്: ഒരു സിനിമ നിങ്ങൾ പടച്ചു വിടുന്നത്, കോടികൾ മുടക്കി പടച്ചു വിടുന്നത് ഞങ്ങളെപ്പോലുള്ളൊരു കാണാനല്ലേ? കോടികൾ മുടക്കി പടച്ചു വിട്ട സാധനം നല്ലതാണെങ്കിൽ ആശാനെ നല്ലതെന്ന് തന്നെ പറയും, മോശമാണെങ്കിൽ മോശമാണത്. അതിന് നിങ്ങൾ വികാരം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. എടുക്കുന്ന സമയത്ത്, കഥ കേൾക്കുന്ന സമയത്ത്, പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ചെയ്യുക. ഒരു മോശം പടം ഇറക്കി വിട്ടിട്ട് എൻ്റെ പടത്തിനെക്കുറിച്ച് ഒരുത്തനും നെഗറ്റീവ് പറയില്ല, എല്ലാവരും പോസിറ്റീവ് മാത്രം കണ്ട് പടം കണ്ട് വിജയിപ്പിക്കണം, കോടികൾ മുടക്കിയതാണ്, എനിക്ക് കോടികൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. നിങ്ങളൊരു പഴയ കാലത്തെ രാജഭരണമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓംബ്ര ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യൂ, നല്ല പടങ്ങൾ വരട്ടെ, കാണാം, വിജയിപ്പിക്കാം. ഈ കിഷ്കിന്ദാകാന്ഡം എന്ന് പറയുന്ന പടം വലിയ പ്രൊമോഷനോടെ വന്ന പടമൊന്നുമല്ല, പക്ഷേ ആൾക്കാരെല്ലാം ഏറ്റെടുത്തില്ലേ. സോ ദയവ് ചെയ്ത് ഈ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ആ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളൊരു നല്ല പടം എടുത്തു കഴിഞ്ഞാൽ ആ പടം ഇവിടെ വിജയിക്കുന്നതായിരിക്കും, എല്ലാവരും പോസിറ്റീവ് പറയുന്നതായിരിക്കും. ഇനി ഈ ഉണ്ണി വ്ളോഗ്സ് പേടിച്ചു പിന്മാറി എന്നൊക്കെ എല്ലാവരും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം പേടിച്ചതിൻ്റെ കാരണവും പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം പേടിച്ചതിൻ്റെ കാരണം പറയുന്നുണ്ട്. കാരണമൊന്ന് കണ്ടിട്ട് പോയോ? ചിന്തിക്കാനുണ്ടാവും, പേടിച്ചിട്ടാണോ മാറിയത്? പേടിയില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടിയുണ്ടെന്ന്. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ, നിയമമുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട് നമ്മളെ സംരക്ഷിക്കാനൊക്കെ. പക്ഷെ അതൊരു കേസൊക്കെ ആയി കോടതിയിലൊക്കെ എത്തുമ്പോഴല്ലേ, അതിനു മുമ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാമല്ലോ. പത്രമൊക്കെ സ്ഥിരമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരല്പം പേടിയൊക്കെ വരും. അപ്പോൾ ഇത് കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് അദ്ദേഹം ഭയപ്പെട്ടു എന്ന് മനസ്സിലായില്ലേ? അദ്ദേഹം ഭയപ്പെട്ടതിനെ ഞാൻ തെറ്റു പറയത്തില്ല. കാരണം നമ്മുടെ രാജ്യത്ത് കുറേ കാശുള്ളവനെ പ്രത്യേക തരത്തിൽ, നമ്മുടെ രാജ്യത്ത് മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്, കുറേ കാശുള്ളവനെ ഇവിടെ ബഹുമാനവും അവന് കുറേ ഹോൾഡും പിടിപാടും എല്ലാം ഉണ്ട്. അപ്പോൾ അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരെ കാശുള്ള ഒരു വലിയ പണച്ചാക്കിനെ നമ്മളെപ്പോലുള്ള പാവങ്ങൾ പേടിച്ചേ പറ്റും. നമ്മുടെ രാജ്യം അങ്ങനെ ആയിപ്പോയി. എല്ലാവരും അല്ല, ചില ആൾക്കാരെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഭയപ്പെട്ടതിന് ഞാൻ തെറ്റൊന്നും പറയത്തില്ല. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ പിന്നിൽ കുറേ കളികൾ നടക്കുന്നുണ്ടെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പ്രധാനമായും പറയുന്നത് ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനൽ പൈസ മേടിച്ചിട്ടില്ല എന്ന് ഇദ്ദേഹവും, പൈസ മേടിച്ചെന്ന് അദ്ദേഹവും, ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ എന്തോ ആശയവിനിമയ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇടയ്ക്ക് നിന്ന് ആരോ കളിച്ചതാണ്. ഉണ്ണി വ്ളോഗ്സ് എന്ന പേരിൽ ഇനി ആര് പൈസ ചോദിച്ചാലും കൊടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ആരും പൈസ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി ഒരു സിനിമ വരുമ്പോഴത്തേനും തുടക്കത്തിൽ ഇവർ പേരൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് താങ്ക്സ് ടു എന്ന് പറഞ്ഞ് കുറേ ട്രോൾ പേജ് എഴുതി കാണിക്കത്തില്ലേ, അവരാണ് കാശ് മേടിച്ച് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ റിവ്യൂവേഴ്സ് ഒന്നും കാശ് മേടിച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.